നല്ല നാടൻ കൂന്തൽ, അതായത് നമ്മുടെ കണവ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കറി വെക്കാനായിട്ട് കണവ വറുത്തരച്ച കറി വെക്കാനായിട്ട് തേങ്ങയും അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് എല്ലാം കൂടെ മണ്ടയിൽ കയറിയിട്ടുണ്ട്. വറുത്ത് നന്നായിട്ട് പുളിയും ചേർത്ത് അരയ്ക്കാൻ പോകുവാണ്. ഈ ഡെയിലി വ്ളോഗ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്നവരെക്കുറിച്ച് മറ്റുള്ളവരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പണിയും ഇല്ലാതെ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുന്നവർ ഫോണും പിടിച്ച് അങ്ങനെ വീട്ടിലിരിക്കുവാണ് എന്നാണ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മണ്ണ് വാരി തിന്നുവോ അതോ വായുവാണോ ഭക്ഷിക്കുന്നത് എന്ന് എനിക്കറിയാൻ പാടില്ല. പറയുന്നവർക്ക് പറയാൻ നല്ല എളുപ്പമാണ്. പക്ഷേ കുക്കിംഗ് വ്ളോഗല്ല, ഡെയിലി വ്ളോഗ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്നവർ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ വീഡിയോ എടുത്ത് യൂട്യൂബിൽ കൂടെ ആക്റ്റീവായി നിൽക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള പരിപാടിയല്ല. പറയുന്നവർക്ക് വളരെ എളുപ്പമാണ്. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കൂ. നോക്കിയതിന് ശേഷം അത്ര എളുപ്പമാണോ? ചിലർക്ക് കുക്കിംഗ് മാത്രം ചെയ്യാൻ തന്നെ പറ്റാറില്ല, അതുപോലും പാടാണ്. അപ്പോൾ അതും ചെയ്ത് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. മൈ വേ ബൈ കല്യാണിയെ ഒരുപാട് പേര് കളിയാക്കുന്ന കമൻസും അതുപോലെ തന്നെ വേറൊരു പണിയുമില്ല, ജോലിയും കൂലിയും ഇല്ലാണ്ട് ഇരുന്നിട്ട് വെറുതെ വീഡിയോ എടുത്തിടുവാണെന്ന് പറയുന്നത് ഒത്തിരി കണ്ടിട്ടുണ്ട്. അങ്ങനെ അത്രയും കുക്ക് ചെയ്ത് ഒരുപാട് വിഭവങ്ങളും ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഫോണും പിടിച്ച് വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്യാന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള പണിയല്ല. മിക്സിയുടെ ജാറിലേക്ക് വറുത്തിട്ടുള്ള തേങ്ങയും അതിൻ്റെ മിക്സും അതുപോലെ തന്നെ പുളിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ശേഷം ആ മൺചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കഴുകി വെച്ചേക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, ഞാൻ ഈ മുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇത്രയല്ല കേട്ടോ, ഇതിൽ കൂടുതൽ ഞാൻ ഇടും. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വന്നാൽ മതി കേട്ടോ, ഭയങ്കരമായിട്ടങ്ങ് വഴണ്ടി വരണ്ട. കാരണം ഇതൊന്നും നമ്മൾ വേവിക്കാൻ പോവുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ, എനിക്കിതിൽ നിന്നും ഏണിങ്സ് ഒന്നും കിട്ടുന്നില്ല, ചാനൽ മോണിറ്റൈസേഷൻ ആയതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഞാൻ ഇടുന്നു. എനിക്ക് എന്ന് ഈ ഒരു ചാനൽ നിർത്തണമെന്നോ മടുപ്പ് തോന്നുകയോ അല്ലെങ്കിൽ ഇനി ഇത് വേണ്ട, ശരിയാവത്തില്ല, ഇനി ഇതുകൊണ്ട് നമുക്ക് ഒന്നും ഇതിൽ നിന്ന് ഏണിങ്സ് കിട്ടില്ല, മോണിറ്റൈസേഷൻ ആകില്ല എന്നൊക്കെ എനിക്ക് തോന്നി ഞാൻ മടുത്തിട്ട് നിർത്തുവാണെങ്കിൽ മാത്രമേ ഞാൻ ചാനൽ നിർത്തത്തുള്ളൂ. അല്ലാണ്ട് ആര് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ നിർത്താൻ പോകുന്നില്ല. എനിക്ക് എത്ര നാൾ വീഡിയോസ് ഇടണം, ചാനൽ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം എന്ന് തോന്നുന്നു അത്രയും നാൾ ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിൽ, എനിക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു വീഡിയോ 2 വീഡിയോ ഇട്ടിട്ട് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടുകയോ എന്നെ ആവശ്യമില്ലാണ്ട് എല്ലാവരും വാരിക്കോരി സപ്പോർട്ട് തരികയോ അങ്ങനെ ഒന്നും ചെയ്തിട്ട് അല്ല ഇത്രയും പേരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്. ഓരോ ആളായിട്ട് എത്രയോ വർഷം കാത്തിരുന്നിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ്. അല്ലാണ്ട് ആവശ്യമില്ലാണ്ട് ആരും നമ്മുടെ വീഡിയോ വന്ന് കാണുകയും വാരിക്കോരി സപ്പോർട്ട് തരികയോ ഒന്നും ചെയ്യുന്നതല്ല. അപ്പോൾ എനിക്കിതിൽ നിന്ന് വേറെ വരുമാനം ഒന്നും കിട്ടുന്നുമില്ല. ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വീഡിയോസ് ചെയ്യുന്നതാണ്. ഈ വേറെ കുറ്റം പറയുന്നവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ജോലി ആയിക്കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, പൊതുവായിട്ട് പറയുന്നതാണ്, ചെയ്തിട്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ്, മാസം ലക്ഷങ്ങൾ വരുമാനം ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി കാണിക്കൂ, അങ്ങനെ ചെയ്ത് കാണിച്ചിട്ട് ഇത് എളുപ്പമാണ്, വീട്ടിൽ വെറുതെ ഇരുന്ന് ഫോണും പിടിച്ച് വേറെ ജോലിയും കൂലി ഇല്ലാത്തവരാണിത് ചെയ്യുന്നത് എന്ന് പറയൂ. അത് തെളിയിച്ച് കാണിക്കൂ എന്നതിന് ശേഷം മാത്രം അങ്ങനെയുള്ള കമൻറ്റ് പറയൂ കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മിക്സും കൂടെ അതിലേക്ക് അരപ്പും കൂടെ നന്നായിട്ട് ചേർത്ത് ഇത് ഇനി ഒന്ന് തിളക്കട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കൂന്തൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ആവശ്യമില്ലാതെ തിളയ്ക്കുന്ന ആളുകളും ഉണ്ടാവും, നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്കും പരിചയത്തിലുണ്ടായിരിക്കും. എനിക്കും അറിയാം ആവശ്യമില്ലാണ്ട് തിളയ്ക്കുന്നവരെ. അപ്പോൾ ഇതിവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കൂന്തൽ തിളച്ച് വരുമ്പോഴേക്കും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഉണ്ടാക്കുന്നതായി കഴിഞ്ഞാലും അതല്ലാണ്ട് ഞാൻ എവിടെ നിന്നായി കഴിഞ്ഞാലും കഴിക്കുന്നതായാൽ പോലും കൊള്ളാവുന്നത് ഞാൻ കൊള്ളാമെന്ന് തന്നെ പറയും. ഇനിയിപ്പോൾ കൊള്ളാഞ്ഞിട്ട് കള്ളം പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് കൊള്ളാവുന്നത് കൊള്ളാം എന്ന് തന്നെ പറയും, കൊള്ളില്ലാത്തത് കൊള്ളില്ല എന്നും തന്നെ പറയും. ഓക്കെ,
പിന്നെ സബ്സ്ക്രൈബേഴ്സിനെ കുറ്റം പറഞ്ഞു, നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞു എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളെ ആരും അല്ല കേട്ടോ, നിങ്ങളെയും ആരെങ്കിലുമൊക്കെ ആയിരിക്കും. എന്നാൽ പോലും നമ്മളോട് ഡയറക്റ്റ് വന്നിട്ട് നമ്മളെ ഒരുപാട് കളിയാക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചൊറിയുന്ന ഒരുപാട് പേരുണ്ടാവും. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, യൂട്യൂബിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പൊതുവിലായിട്ട് അവർക്കൊരു മനസ്സുഖം കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും വേദനിക്കുമല്ലോ എന്ന് കരുതിയിട്ട് അവർക്കൊരു മനസ്സുഖം. അങ്ങനെ ഡയറക്റ്റ് നമ്മളെ യൂട്യൂബിൻ്റെ കാര്യത്തിൽ മാത്രമല്ലാണ്ട് നമ്മുടെ ജീവിതത്തെ പോലും കളിയാക്കുന്ന ഒരുപാട് ഡയറക്റ്റ് വന്നിട്ട് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് കളിയാക്കുന്ന. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്നും അല്ല പറഞ്ഞത്. ഉപ്പും ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് കൂന്തൽ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്ന് അവിടെ ഇരുന്ന് കുറച്ച് സമയം വേകട്ടെ. പിന്നെ ഞാനീ പറഞ്ഞതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഞാനൊരു അഹങ്കാരിയോ അതല്ലെങ്കിൽ ഒരു ഭയങ്കരിയോ ഒക്കെ ആയിട്ട് തോന്നുവാണെങ്കിൽ ഞാൻ അങ്ങനെ അല്ല കേട്ടോ. ഇതുവരെയും ഞാനിങ്ങനെ ഒന്നും വീഡിയോസിലൊന്നും തന്നെ സംസാരിച്ചിട്ടില്ല. പിന്നെ അത്രയും സഹിക്കാൻ വയ്യാണ്ട് ക്ഷമിച്ച് ഡയറക്റ്റ് പറഞ്ഞാൽ ഡയറക്റ്റ് മറുപടി എന്നാണല്ലോ. ഡയറക്റ്റ് മറുപടി കൊടുത്താൽ പോലും മനസ്സിലാക്കാത്ത കുറേ എണ്ണമുണ്ട്. അപ്പോൾ എന്ത് പറയാനാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചത്. അപ്പോൾ ഒരിക്കലും ആദ്യമായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ അല്ലെങ്കിൽ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇതവിടെ ഇരുന്ന് വേകട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ നാടൻ വറുത്തരച്ച കൂന്തൽ കണവ കറി റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ. നന്നായിട്ട് തിളച്ച് ഇനി കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറി റെഡിയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മറക്കരുത്. എൻ്റെ കണവ കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.